ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിലാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ക്ലാസ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ ഓഫ്ലൈനിൽ നിന്ന് വ്യത്യസ്തമായ മെറ്റീരിയലൊന്നും അല്ലായിരുന്നു. എക്സാംസും എല്ലാം ഓഫ്ലൈനിലെ പോലെ തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽസ് തന്നെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതെല്ലാം ചെയ്ത് തീർക്കാൻ തന്നെ നമുക്ക് സമയം കിട്ടത്തില്ല. പിന്നെ ഇ ലേണിംഗ് ആപ്പിൽ അതിനേക്കാളും ഒത്തിരി ഇരട്ടി ലക്ഷക്കണക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നി. അവള് പരീക്ഷ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മ ഇത് മൊത്തം ബ്രില്യൻറ്റിൻ്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഞാൻ ഒന്നും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കിട്ടി പോയേനെ എന്ന് അവൾക്ക് അന്നൊരു തോന്നലേ. അന്നാണ് അവൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചത്, എനിക്ക് നീറ്റ് മതി, ആ റൂട്ടിലോട്ട് പൊക്കോളാം. പലതവണ നമ്മൾ എഴുത്ത് ഇനി കിട്ടത്തില്ല നിർത്താമെന്നിങ്ങനെ പലപ്പോഴും തോന്നിയാണ്. പക്ഷേ ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാം എഴുതി കിട്ടിയ ആ ഒരു ധൈര്യം, ഇനി എങ്ങനെയെങ്കിലും ഇത് എഴുതി തീർക്കാൻ പറ്റുന്നത്ര എഴുതാമെന്നുള്ള ആ ഒരു ധൈര്യത്തിലാണ് മുന്നോട്ട് പോയത്. എല്ലാ പരീക്ഷ കഴിയുമ്പോഴും വിളിക്കും, അവളൊന്ന് ഡൗൺ ആയാൽ വിളിക്കും. അവരുടെ ശബ്ദത്തിൽ മാറ്റം ഉണ്ടെങ്കിൽ പോലും പാരൻസിനെ വിളിച്ച് അവർ എന്തു പറ്റി, എന്താണ് സംഭവം എന്നൊക്കെ അവർ ചോദിക്കുമായിരുന്നു. പിന്നെ നമുക്ക് എപ്പം വേണമെങ്കിലും പാരൻസിനാകട്ടെ അവളാട്ടെ ഇവരെ എപ്പം വേണേലും വിളിക്കായിരുന്നു. സ്കീം ഞാൻ എഴുതിയപ്പോഴാണെങ്കിലും ചെറിയൊരു ബ്ലൂ കളർ ബോക്സ് ഒക്കെ ഉണ്ടാവും കെമിസ്ട്രിന്ന്, അതിൽ നിന്ന് വരെ ഒരു ക്വസ്റ്റ്യൻസ് എടുത്ത് ചോദിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ആരും വായിക്കുന്നുണ്ടാവില്ല. അതൊക്കെ ഒന്ന് വായിച്ച് നോട്ട് ചെയ്ത് വെക്കുകയും അല്ലെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് ഫൈനലി റിവൈസ് ചെയ്യുമ്പോൾ ഭയങ്കര ഈസിയാവും. ഈ ബ്രില്യൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ കുഞ്ഞിനെയും പരീക്ഷയ്ക്ക് വിടുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് അന്നും മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അവരുടെ ഫുൾ സപ്പോർട്ട്, ബ്രില്യൻറ്റ് ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും. അപ്പം ഫസ്റ്റ് യൂണിറ്റ് സമയത്ത് ഓരോ ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്തായിരുന്നു പഠിച്ചിരുന്നത്. പിന്നെ കോമ്പിനേഷൻ വരുമ്പോൾ ഏതെങ്കിലും ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സും പിന്നെ ചില ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് പഠിച്ചു തീർക്കാൻ പറ്റാത്തതും ഉണ്ടായിരുന്നു. അതെല്ലാം കോമ്പിനേഷൻ സമയത്ത് ചെയ്തിരുന്നു. ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിൽ നിന്നും മറ്റൊരു ഹാർട്രിക് വിജയം. 2025 അറ്റൻഡ് ചെയ്ത എല്ലാ മത്സര പരീക്ഷകൾക്കും മിന്നുന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനി. കീം എക്സാമിനേഷന് 100%, ജെഇ മെയിൻ എക്സാമിനേഷന് 99.05%, 22 ലക്ഷം സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്ത നീറ്റ് 2025 എക്സാമിനേഷനിൽ 609 മാർക്കോട് കൂടി ഓൾ ഇന്ത്യ റാങ്ക് 856 കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനി. ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന്റെ സ്വന്തം, റിപ്പീറ്റർ മെഡിക്കൽ ഓൺലൈൻ ബാച്ചിന്റെ സ്വന്തം, കായംകുളത്തിന്റെ സ്വന്തം അനഘ അനിൽ. ഇപ്പോൾ നമ്മൾ കായംകുളത്തുള്ള അനഘയുടെ വീട്ടിലാണ്. ഇവിടെ എല്ലാവരും അനഘ നേടിയെടുത്ത ആ ഉന്നത വിജയത്തിന്റെ സന്തോഷത്തിലാണ്. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അനഘയോടും ഫാമിലിയോടും ചോദിച്ചറിയാം. അപ്പൊ അനഘ, ആദ്യം തന്നെ അനഘയ്ക്ക് ഫാമിലിക്കും പ്രത്യേകം കൺഗ്രാജുലേഷൻ. നമുക്കറിയാം ഈ വർഷം അല്ലെ 2025 നമ്മൾ എഴുതിയ പരീക്ഷകൾക്കെല്ലാം വലിയ വിജയമാണ് അനഘ കൈവരിച്ചത്. ഇപ്പോൾ ജെഇ എക്സാമിനേഷൻ ആണെങ്കിൽ 2025 ജെഇ എക്സാമിനേഷന് 99% എബോവ് ഉള്ളൊരു സ്കോറ്, കീം എക്സാമിനേഷൻ്റെ 100%, അതുപോലെ തന്നെ എന്താണോ നമ്മൾ ആഗ്രഹിച്ച് പഠിച്ചത് നീറ്റ് 2025 എക്സാമിനേഷന് ഓൾ ഇന്ത്യ 1000-ൽ താഴെ ഒരു റാങ്ക് 609 എന്ന് പറയുന്ന ഉയർന്ന ഒരു മാർക്ക്. അപ്പോൾ ഇത്രയെല്ലാം ഹാപ്പി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒന്നിച്ച് വന്ന ഒരു വർഷമാണ്, ശരിയല്ലേ? അപ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? അനഘയ്ക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഒരു സന്തോഷമുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇത്രയും നല്ലൊരു മാർക്ക് കിട്ടിയത്. പേരൻസിനോടും പിന്നെ ബ്രില്യൻറ്റ് ഹോൾ ഫാമിലിയോടും നന്ദി പറയുന്നു. അനഘ ഒരു കായംകുളംകാരിയാണ്. അപ്പോൾ പഠിച്ച സ്കൂളും അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം. ഞാൻ പഠിച്ചത് +1 +2 വരെ ഹോളി മേരി സെൻട്രൽ സ്കൂൾ കായംകുളത്താണ്. അതിനുശേഷമാണ് ബ്രില്യൻറ്റിൽ റിപ്പീറ്റേഴ്സ് ഓൺലൈൻ മെഡിക്കൽ ജോയിൻ ചെയ്യുന്നത്. ലോങ് ടൈം പ്രോഗ്രാമിലാണ് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നത്. +2 സ്കൂൾ ഏതായിരുന്നു? ഹോളി മേരി സെൻട്രൽ. അവിടെ വെച്ച് തന്നെയായിരുന്നു. ബ്രില്യൻറ്റിന്റെ ഓൺലൈൻ ലോങ് ടൈം പ്രോഗ്രാമിലൂടെയാണ് ആദ്യമായിട്ട് എൻട്രൻസ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്നത്. അപ്പം സെലക്ട് ചെയ്തത് മെഡിക്കൽ എൻട്രൻസ് തന്നെയായിരുന്നു. അപ്പോൾ അതെങ്ങനെയാ ഒരു ഡ്രീമിലേക്ക് എത്തിച്ചേർന്ന അതോ ജസ്റ്റ് നമ്മൾ ഒരു എൻട്രൻസ് എക്സാം എഴുതുന്ന രീതിയിൽ ജോയിൻ ചെയ്തു, പിന്നീട് മൈൻഡ് മെഡിക്കലിലേക്ക് മാറിയതാണോ? എന്താ ആ ഒരു പാത്ത് എങ്ങനെയായിരുന്നു ഈ മെഡിക്കൽ എൻട്രൻസ് സെലക്ട് ചെയ്യാനായിട്ടുള്ളത്? കീമും നീറ്റും എഴുതിയായിരുന്നു.
അപ്പം അത് എഴുതി കഴിഞ്ഞപ്പോൾ നീറ്റാണ് എനിക്ക് കൂടെ കുറച്ചുകൂടെ പറ്റുന്നതെന്ന് തോന്നിയത്. അപ്പൊ ശരിക്കും +1 +2 കൂടെ ലോങ് ടൈം പഠിച്ച് ഈ 2 എക്സാമും എഴുതി നോക്കി. എഞ്ചിനീയറിംഗ് സൈഡിലേക്ക് കീമും നീറ്റും എഴുതി നോക്കിയതിന് ശേഷം എനിക്ക് കുറച്ചും കൂടെ ആപ്റ്റ് നീറ്റാണെന്ന് സ്വയം മനസ്സിലാക്കുമായിരുന്നു. ഓക്കെ. അപ്പം അതിനുശേഷം ഇപ്പം നമ്മൾ ഒരു തവണ സീരിയസ് ആയിട്ട് +1 +2 കൂടെ അത്ര സീരിയസ് ആയിട്ടല്ല, ഒരു ട്യൂഷൻ എന്നുള്ള രീതിയിൽ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ 1 വർഷം പഠിക്കാം, അല്ലെങ്കിൽ 1 വർഷം ഇതിനു വേണ്ടി ചെലവാക്കാം എന്നുള്ളൊരു ധൈര്യം അതെങ്ങനെയാ മനസ്സിൽ ഉണ്ടായത്? അമ്മയുടെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണ് ഒരു ഡോക്ടർ ആവണമെന്ന്. അമ്മയ്ക്ക് ആകാൻ പറ്റില്ല. സോ അതുകൊണ്ട് അത് എന്നിലൂടെ നേടണമെന്ന് അമ്മയ്ക്ക് വലിയ ആഗ്രഹം. അപ്പം പേരൻസിന്റെ ആഗ്രഹമാണ് അനഘ ഫോർവേഡ് ചെയ്തത്. അപ്പൊ അതിലേക്ക് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ സെലക്ട് ലോങ് ടൈമിൽ സെലക്ട് ചെയ്തു. അതിനുശേഷം റിപ്പീറ്റിലേക്ക് വരുമ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് അനഘ സെലക്ട് ചെയ്തത്. അപ്പൊ അതെന്തായിരുന്നു അതിന്റെ ഒരു റീസൺ? ഇപ്പോൾ ഓഫ്ലൈൻ ഓൺലൈൻ 2 മോഡും ഉണ്ട്. അപ്പോൾ അതിൽ ഓൺലൈൻ സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? അതിൽ തന്നെ ഞാൻ ക്ലാസ്സസ് കുറച്ച് ഓൺലൈനിൽ ലോങ് ടൈം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ക്ലാസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് അതുപോലെ ടൈം ഒത്തിരി സേവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയായിരുന്നു. കോവിഡ് ടൈമിലൊക്കെ വീട്ടിൽ നിന്ന് പഠിച്ചപ്പോൾ കുറച്ചുകൂടെ ക്ഷീണമില്ല, യാത്രയില്ല. അതുകൊണ്ട് കുറെ കൂടെ ടൈം പഠിത്തത്തിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടാണ് ഓൺലൈൻ തിരഞ്ഞെടുത്തത്. പിന്നെ ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിലാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ക്ലാസ് തന്നെയായിരുന്നു എനിക്ക് കിട്ടുന്നത്. പിന്നെ ഓഫ്ലൈനിൽ നിന്ന് വ്യത്യസ്തമായ മെറ്റീരിയലൊന്നും അല്ലായിരുന്നു. എക്സാംസും എല്ലാം ഓഫ്ലൈനിലെ പോലെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ ഒരു റിസൾട്ട് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അനഘ, അപ്പം നമ്മളോടൊപ്പം ഇപ്പോൾ അനഘയുടെ പേരൻസും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഉണ്ട്. അപ്പം ഓരോരുത്തരെയും ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ അച്ഛൻ അനിൽകുമാർ, അച്ഛൻ KSRTC കണ്ടക്ടറാണ്. എൻ്റെ അമ്മ പ്രമിത, അമ്മ ESI ഡിപ്പാർട്ട്മെന്റ് സീനിയർ ക്ലർക്കാണ്. വല്യമ്മ ഷീല, വലിയച്ഛൻ ബാലകൃഷ്ണൻ, വലിയച്ഛൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർഡ്. അനഘയുടെ അച്ഛൻ ഇപ്പോൾ നിലവിൽ അനഘ 1 വർഷം ബ്രില്യൻ്റ് ഓൺലൈൻ കോഴ്സ് അതുപോലെ ലോങ് ടൈം പ്രോഗ്രാമിലൂടെയൊക്കെ കടന്നുപോയി. എന്താ ശരിക്കും പറഞ്ഞാൽ അനഘ ആദ്യം പറഞ്ഞതിലൂടെ മനസ്സിലായി അനഘയുടെ മാത്രം ഒരു ഡ്രീം അല്ല, ഫാമിലിയുടെ ഒരു ഡ്രീമാണ് അനഘ നേടിയെടുത്തത്. അപ്പൊ ഇപ്പൊ എന്താ തോന്നുന്നത്? എന്താണോ ആ കടന്നുപോയ പ്രോസസ്സ്, അതിലൂടെ ആ ഒരു ഫലം അനഘ നേടിയെടുത്ത് കഴിഞ്ഞപ്പോ എന്താ ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. എനിക്ക് ശരിക്കും ഡോക്ടറാണെന്നുള്ള ആഗ്രഹമില്ലായിരുന്നു, പക്ഷെ അമ്മയ്ക്കായിരുന്നു കൂടുതൽ ആഗ്രഹം. അപ്പൊ അതിലൂടെയാണ് അവള് നേടിയെടുത്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അത് ഇപ്പം അനഘ വീട്ടിലിരുന്നായിരുന്നു ഇപ്പം റിപ്പീറ്റിന്റെ ഒരു ഭൂരിഭാഗ സമയവും പഠിച്ചിരുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് ആ സമയം ഇപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുന്നതിന്റെ ഒരു രീതി അതെങ്ങനെയായിരുന്നു? അത് വീട്ടിലാണ് ഇരിക്കുമ്പോൾ പലരും പറയുന്നതാണ് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരും ഈ ഒരു സംഭവത്തെയൊക്കെ എങ്ങനെയാണ് അനഘ ഡീൽ ചെയ്തത്? ഫാമിലി എങ്ങനെയാണ് അതിനെ ഒന്ന് ഹെൽപ്പ് ചെയ്തത്? കോവിഡിന്റെ സമയത്താണ് ഈ ഓൺലൈൻ സംവിധാനമൊക്കെ നിലവിൽ വന്നത്. ആ സമയം മുതൽ അവൾ അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കത് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയെന്ന് തോന്നുന്നു. സ്കൂളിൽ പോകുന്നതിന് പകരം വീട്ടിലിരുന്ന് പഠിക്കുക എന്നുള്ള രീതി അന്നാണ് നിലവിൽ വന്നത്. അപ്പൊ അതിനുശേഷമാണ് ബ്രില്യന്റിൽ ഓൺലൈൻ ചേരാമെന്നുള്ളത് പറഞ്ഞത്. അത് അവള് നോക്കിയപ്പോൾ കൂടുതൽ കംഫർട്ടായിട്ട് കൂടുതൽ സമയം നമുക്ക് ലഭിക്കുന്നുണ്ട്. യാത്ര ചെയ്യേണ്ടി വരുന്നില്ല, ക്ലാസ്സുകൾ നേരിട്ട് അറ്റൻഡ് ചെയ്യേണ്ട അതേ ക്ലാസ്സുകൾ തന്നെ വീട്ടിലിരുന്നാൽ കിട്ടുന്നുണ്ടെങ്കിൽ ആ രീതിയിലാണ് അവള് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഫീലും ചെയ്യുന്നുണ്ടായിരുന്നു. വീട്ടിലിരുന്നും മാക്സിമം സമയം പഠിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പൊ അനഘ പറഞ്ഞു, അതുപോലെ അനഘയുടെ ഫാദറും പറഞ്ഞു അമ്മയുടെ ഡ്രീം ആയിരുന്നു ശരിക്കും ഒരു ഡോക്ടർ ആകുക എന്ന് പറയുന്നത്. അതപ്പോ മകൾ അത് ഒരു അക്ഷീണ പരിശ്രമത്തിലൂടെ അത് നേടിയെടുത്തേക്കുവാണ്. അപ്പം മകളിലൂടെ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഭയങ്കര സന്തോഷം തോന്നുന്നു. ഈശ്വരനോട് നന്ദി പറയുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ നമ്മുടെ അന്നത്തെ സാഹചര്യത്തിലൊന്നും നടന്നില്ല. അപ്പൊ ഞാൻ ഇവളെയും അത് വേണമെന്നും പറഞ്ഞ് നിർബന്ധിച്ചിട്ടൊന്നുമില്ല. ഞാൻ അവളെ അതിനുവേണ്ടി പഠിക്കുന്നു പറഞ്ഞ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എൻട്രൻസ് എഴുതി നോക്കൂ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ എനിക്ക് ഈ ബ്രില്യൻറ്റിന്റെ പരസ്യം പത്രത്തിൽ കണ്ടപ്പോൾ തന്നെ, എൻ്റെ റിസൾട്ടൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, മോളെ നിനക്ക് ഇത് ജോയിൻ ചെയ്യണമെന്ന്. ഇപ്പം അവളാദ്യം വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ പറഞ്ഞ് അവളുടെ ചേച്ചിമാരും ഒക്കെ പറഞ്ഞപ്പം ബ്രില്യൻറ്റിൽ തന്നെ ജോയിൻ ക്ലാസ്സും കേട്ട് നോക്ക്. അപ്പം ഇവളുടെ സീനിയർ ചേച്ചിയുടെ മക്കളൊക്കെ ബ്രില്യൻറ്റിൻ്റെ JE ബാച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരുടെ ക്ലാസ് കേട്ടിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ഓൺലൈനിൽ തന്നെ ജോയിൻ ചെയ്യണം. പിന്നെ അവൾക്ക് കുറച്ചുകൂടെ ഹോം സിക്കാണ് അവള്. അപ്പം അവൾക്ക് കൂടുതൽ കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയത് വീട്ടിലിരുന്ന് പഠിക്കുന്നതും. പിന്നെ ഡിസ്ട്രാക്ഷൻ, ഞാൻ പണ്ട് മുതലേ അവളെ ഇങ്ങനെ നിർബന്ധിക്കേണ്ടിയൊന്നും വരാറില്ല. അവള് ഇഷ്ടത്തോടു കൂടി തന്നെയാണ് പഠിക്കുന്നത്. അവൾ ഇരുന്ന് പഠിച്ചോളുമായിരുന്നു. അപ്പൊ ഡിസ്ട്രാക്ഷൻസ് അവൾക്കൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ നമ്മളും കൂടുതൽ അവളെ അതിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടിക്കാറൊന്നുമില്ല. അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്.
എൻ്റെ നിർബന്ധത്തിനാണ് അവൾക്ക് ട്യൂഷൻ പോലെ, അതായത് കോച്ചിങ് വേണ്ടെങ്കിൽ വേണ്ട, ട്യൂഷൻ്റെ ആവശ്യത്തിനെങ്കിലും നീ ബ്രില്യൻറ്റിൽ ചേരെന്നും പറഞ്ഞ് ലോങ് ടേമിൽ ചേർത്തത്. പക്ഷെ അപ്പം അവള് അതത്ര സീരിയസ് ആയിട്ട് കണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. സംശയം വരുമ്പം മാത്രം ബ്രില്യൻറ്റിൻ്റെ ക്ലാസ് കാണുമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം പക്ഷേ പ്ലസ് ടുവിനോടൊപ്പം പരീക്ഷ എഴുതിയപ്പം അവൾക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് അവൾ ഒന്നുകൂടെ ആ ബ്രില്യൻറ്റിൻ്റെ ക്ലാസ് മൊത്തം കാണുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൾക്ക് അന്നേ സ്കോർ ചെയ്യാമായിരുന്നു എന്നൊരു കോൺഫിഡൻസ് അവൾക്ക് വന്നു. അവൾ പരീക്ഷ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മ ഇത് മൊത്തം ബ്രില്യൻറ്റിൻ്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഞാൻ ഒന്നും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കിട്ടി പോയേനെ എന്ന് അവൾക്ക് അന്നൊരു തോന്നലേ. അന്നാണ് അവൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചത് എനിക്ക് നീറ്റ് മതി, ആ റൂട്ടിലോട്ട് പൊക്കോളാം എന്ന്. അപ്പം പിന്നെ നമുക്കൊന്നും നോക്കാനില്ലായിരുന്നു, വേറൊരു ചോയ്സ് ഇല്ലായിരുന്നു. ബ്രില്യൻറ്റിൽ തന്നെ ഞങ്ങൾ ചേരാൻ ആഗ്രഹിച്ചു. പിന്നെ ഓൺലൈൻ ചേരാൻ കാരണം ഇതാണ്, നല്ല ക്ലാസ്സസ്, പിന്നെ ഈ ലോങ് ടേമിൻ്റെ ക്ലാസ്സസ് എല്ലാം അവൾ കണ്ടിട്ട് അത് ക്ലാസ് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ ഒരു ഹോം സിക്ക് ആയിരുന്നു അവൾ. അപ്പം ഹോസ്റ്റലിൽ പോയി നിൽക്കാനുള്ള ഒരു ഭയമൊക്കെ കൊണ്ടായിരുന്നു ആദ്യം പോകാൻ മടിച്ചത്. പിന്നെ ക്ലാസ്സുകൾ അവൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അവൾക്ക് പ്രിയപ്പെട്ട കുറേ സാറന്മാര് ഓൺലൈനിൽ ക്ലാസ് ഉണ്ടായിരുന്നു. അവൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ക്ലാസ്, ചന്ദ്രലാൽ സാറ്, ഇതൊക്കെ ഞാനും കാണുന്നതാണ്. പിന്നെ വർഗീസ് സാറിന്റെ ക്ലാസ്സുകൾ, പിന്നെ സാറിന്റെ ക്ലാസ് ഒക്കെ ഞങ്ങള് രസകരമായിട്ട് ഞങ്ങളും അത് ആസ്വദിച്ചിരുന്നു. അവള് ക്ലാസ് കാണുന്ന സമയത്ത് നല്ല ക്ലാസ്സുകളായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടപ്പം പിന്നെ നമ്മൾ കൂടുതലൊന്നും ആലോചിക്കേണ്ട, ബ്രില്യൻറ്റിൽ ഓൺലൈൻ തന്നെ ചേരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇതിലോട്ട് കടക്കുന്നത്. ആദ്യമേ അങ്ങനെ ഓൺലൈൻ ആയിട്ട് തന്നെയായിരുന്നു. പിന്നെ മോഡൽ എക്സാമിനേഷന്റെ സമയത്ത് നമ്മൾ ഹോസ്റ്റലിലേക്ക് വന്നു. അപ്പം ഓഫ്ലൈൻ എക്സാമിനേഷൻസ് ഓൺലൈൻ, ഇപ്പം ഇവിടെ ഇരുന്ന് ഓൺലൈൻ എഴുതുന്ന സമയത്തും നമ്മൾ പലപ്പോഴും ഓൺലൈൻ ബാച്ച് സ്റ്റുഡൻസിനോട് പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും നമ്മൾ എത്ര സീരിയസ്നെസ്സോടെയാണ് എക്സാം ഹാളിൽ ഇരുന്ന് എഴുതുന്നത്, അതേ സീരിയസ്നെസ്സോട് കൂടി തന്നെ ഓൺലൈനായി വീട്ടിൽ ഇരുന്ന് എഴുതുമ്പോഴും എഴുതണം. അപ്പൊ അതൊക്കെ എനിക്ക് എങ്ങനെയായിരുന്നു? അങ്ങനെ തന്നെ ആയിരുന്നു സാറ് പറയുന്ന പോലെ തന്നെ മുറി അടച്ചിരുന്ന് ടൈം മാനേജ് ചെയ്ത് തന്നെയായിരുന്നു അവള് ചെയ്തോണ്ടിരുന്നത്. അപ്പം അതിൽ ഓൺലൈനിൽ പെട്ടെന്ന് കഴിയുമല്ലോ, ക്ലിക്ക് ചെയ്യാൻ എളുപ്പമാണല്ലോ. അതുകൂടാതെ തന്നെ അവള് മറ്റേ OMR ഷീറ്റില് ബബിൾ ചെയ്യുമായിരുന്നു. അതെല്ലാം ചെയ്യാനുള്ള സമയം ഓൺലൈനിൽ ചെയ്യുമ്പോൾ പരീക്ഷ എഴുതുമ്പോൾ കിട്ടുമായിരുന്നു. ആ രീതിയിൽ എങ്ങനെയാണോ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെയായിരുന്നു ചെയ്തോണ്ടിരുന്നത്. അതെ അതെ അതെ. അപ്പൊ അതിന്റെ ഒരു വിജയം തന്നെയാണ് ശരിക്കും അനഘ നേടിയെടുത്തതെന്ന് പറയാം. പിന്നെ മറ്റിപ്പോ ഒരു ഓൺലൈൻ കോഴ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയുന്നത് ഓഫ്ലൈൻ ഓൺലൈൻ പ്രോഗ്രാമുകൾ തമ്മിൽ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ആ കോഴ്സ് ഡെലിവർ ചെയ്യുന്നതിനകത്ത് വേറെ ഡിഫറൻസുകളൊന്നും നമ്മൾ സാധാരണ പറയാറില്ല. പിന്നെ അപ്പോൾ ഒരു മെന്റർ സപ്പോർട്ട്, ഇപ്പോൾ ഓഫ്ലൈനിലുള്ള ഒരു സ്റ്റുഡന്റിന് ഫുൾ ടൈം ക്ലാസ് ടീച്ചർ, അവരുടെ ഇപ്പോൾ ഹോസ്റ്റലിലാണെങ്കിൽ ഹോസ്റ്റൽ വാർഡനായിട്ടും അവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ ക്ലാസ് ടീച്ചറായിട്ടും അവർക്ക് എപ്പോഴും ഒരു ക്ലാസ് മെന്ററുടെ ഒരു സപ്പോർട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ ബാച്ചിനും അങ്ങനെ തന്നെ ഇവർക്ക് 60 to 70 സ്റ്റുഡൻസിന് ഒരു ക്ലാസ് ടീച്ചറുണ്ട്. അപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ജിഷ ടീച്ചറും നിത്യ ടീച്ചറും ആയിരുന്നു അനഘയുടെ ക്ലാസ് ടീച്ചേഴ്സ്. അപ്പോൾ ഒരു ക്ലാസ് മെന്റേഴ്സിന്റെ ഒരു സപ്പോർട്ട് അമ്മയുടെ അഭിപ്രായത്തിൽ എങ്ങനെയായിരുന്നു ഈ ഒരു കോഴ്സിന് അനഘേനെ ഹെൽപ്പ് ചെയ്തത്? ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അവരോടും നമ്മുടെ അജയ് സാറിനോടും തന്നെയാണ്. അപ്പം പ്രധാനമായിട്ടും നിത്യ മിസ്, ജിഷ മിസ്സൊക്കെ അവരൊത്തിരി, അവളെ മാത്രമല്ല പാരൻസിനെയും വിളിച്ച് അവളെങ്ങനെ എല്ലാ പരീക്ഷ കഴിയുമ്പോഴും വിളിക്കും. അവളൊന്ന് ഡൗൺ ആയാൽ വിളിക്കും. അവളുടെ ശബ്ദത്തിൽ മാറ്റം ഉണ്ടെങ്കിൽ പോലും പാരൻസിനെ വിളിച്ച് അവർ എന്തു പറ്റി, എന്താണ് സംഭവം എന്നൊക്കെ അവർ ചോദിക്കുമായിരുന്നു. പിന്നെ നമുക്ക് എപ്പം വേണമെങ്കിലും പാരൻസിനാകട്ടെ അവളാട്ടെ ഇവരെ എപ്പം വേണേലും വിളിക്കായിരുന്നു. അപ്പം എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് അജയ് സാറിനോട് തന്നെയാണ്. അവളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഡൗൺ ആയി പോകുമ്പോഴൊക്കെ വാർഡന്മാർ, പിന്നെ ഹോസ്റ്റൽ വാർഡൻസിന്റെ കാര്യം എടുത്തു പറയണം. ലിൻഡ മിസ്, ഭാനുപ്രിയ മിസ്, പിന്നെ മാറി മാറി വരുന്നവരുണ്ടായിരുന്നു. എന്നാലും ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഇവർക്കറിയാം ഇവളുടെ, ഞാൻ അവളോട് സംസാരിക്കും, ഇങ്ങനെ മാറി നിന്നിട്ടില്ല, ഹോം സിക്കാണ്. അപ്പം അവരത് കൂടുതൽ കെയർ ചെയ്യും. അപ്പം തിരിച്ച് അവൾ പറയും ഞാൻ നിൽക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അവർ തന്നെ പറയും അജയ് സാറിനെ ഒന്ന് വിളിച്ച് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൾ ഓക്കെയാണ്, അവളിവിടെ നിന്നോളും, പ്രശ്നമില്ല. അടുത്ത് തന്നെ എപ്പോഴും അവര് ഇടയ്ക്കിടയ്ക്ക് നിരന്തരം ഹോസ്റ്റലിൽ വന്ന് കാണുമായിരുന്നു. അവൾക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുമായിരുന്നു, മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു ഇവരെല്ലാരും. പിന്നെ അനഘ അവിടെ ലാസ്റ്റ് മോഡലിന്റെ സമയത്ത് ബ്രില്യന്റിൽ നിന്നു. എന്റെ അറിവ് ശരിയാണെങ്കിൽ കോട്ടയത്ത് തന്നെയാണ് എക്സാമിനേഷന് ചെയ്തത്. നേരെ ഹോസ്റ്റലിൽ നിന്ന് പോയി എക്സാമിനേഷൻ എഴുതി തിരിച്ച് ഹോസ്റ്റലിൽ വന്നതിന് ശേഷമാണ് വെക്കേറ്റ് ചെയ്തത്. എന്തായാലും ഒരു ഓൺലൈൻ ബാച്ച് സ്റ്റുഡന്റ് ആണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ബ്രില്യന്റിന്റെ ഒരു ക്യാമ്പസിനെ അറിഞ്ഞ് അതിന്റെ എല്ലാ റിസോഴ്സുകളും ഉപയോഗിച്ച ഒരാളാണ്. അപ്പൊ അതിന് പ്രത്യേകം
അനഘയ്ക്കും ഫാമിലിക്കും കൺഗ്രാറ്റുലേഷൻ ആ വിജയത്തില്. അതിലാദ്യം ഇങ്ങനെ സിറ്റി എവിടെ വെക്കണം എന്നുള്ളത് ആദ്യം ഇങ്ങനെ ആലോചിച്ചപ്പം ഞാൻ പറഞ്ഞെങ്കിൽ അവിടെ തന്നെ വെച്ച് നീ വിജയിച്ച് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ നീ അവിടെ തന്നെ വെച്ചോ എന്ന് പറഞ്ഞ് അപ്പൊ അവള് പിന്നീട് പറഞ്ഞു, അതിന്റെ തലേന്ന് ഞങ്ങളോട് പറഞ്ഞു, അമ്മ ഇവിടെ നിന്ന് നന്നായി, ഈ ഫുൾ എന്താ ഇപ്പോഴത്തെ പിള്ളേർ ഭാഷ പറയണ വൈബായിരുന്നു അവിടെ. ഒരു എന്തുവാ നീറ്റ് പോകുന്നത് എങ്ങനെയാണ്, നീറ്റിന്റെ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് എല്ലാരും പോകുന്നതെന്നൊക്കെ കാണാൻ പറ്റി. നമ്മൾ തന്നെ ഒറ്റയ്ക്കല്ല സ്റ്റുഡൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പലപ്പോഴും ഇവര് ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോ സ്റ്റുഡൻസ് ചിന്തിക്കുന്ന അവർക്ക് മാത്രം ഇങ്ങനെ രീതിയിലാണ്. ഇതിപ്പോ അവിടെ ചെല്ലുമ്പം എല്ലാവരും ഇതേ ഒരു മൈൻഡ് സെറ്റിലൂടെയാണ് തലേദിവസമൊക്കെ കടന്നു പോകുന്നത്. അതെ, അത് മനസ്സിലായി. പിന്നെ ഈ ബ്രില്യന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ കുഞ്ഞിനെയും പരീക്ഷയ്ക്ക് വിടുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് അന്നും മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അവരുടെ ഫുൾ സപ്പോർട്ട്, ബ്രില്യൻറ്റ് ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും. ഒരു കുട്ടിയെന്നല്ല, എല്ലാവരും അവർ ഒരുപോലെ കണ്ട് പിടിച്ചുയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കാറുണ്ട് എല്ലാവരും. അപ്പം അതിന് ആ സമയത്ത് നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലാകുന്ന ആ സിറ്റുവേഷൻ. നമ്മൾ വീട്ടിലിരുന്ന് ഇവിടെ നിന്ന് പരീക്ഷ എഴുതാൻ പോകുന്ന പോലെ അല്ല ബ്രില്യൻറ്റിലെ ആ സ്ഥലത്ത് ആ പാലായിന്ന് എഴുതാൻ പോയത് എന്നുള്ളതാണ് സത്യം. ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാല് ഇവരെല്ലാരും ഒരേ കാര്യത്തിന് വേണ്ടി മത്സരിക്കുന്നവരാണ്. എന്നാൽ എല്ലാവരും ഒരേ മൈൻഡോടുകൂടി ഒരു പോസിറ്റീവ്, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുവാ എല്ലാ ആശംസകളും നേർന്ന് പരസ്പരം സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സന്തോഷത്തോടു കൂടി പോകുന്ന കാണാൻ തന്നെ നമുക്കൊരു സന്തോഷമായിരുന്നു. വേറൊരു മത്സര സ്ഥലത്ത് കാണാത്തൊരു ഫീലാണ്. അതെ അതെ, ശരിക്കും പോകുന്ന എല്ലാ സ്റ്റുഡൻസും പോകുന്നത് ഒരേ കാര്യം. അതെ, അവരുടെ പ്രിയപ്പെട്ട ഗുരുക്കന്മാരെയൊക്കെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ടൊക്കെയാണ് പരീക്ഷയ്ക്ക് പോകാൻ സാധിച്ചത്. അത് അതിന്റെ ഒരു ഉന്നതമായ വിജയം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അനഘ, അപ്പോൾ നമ്മുടെ റിപ്പീറ്റേഴ്സ് മെഡിക്കൽ ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ അതുപോലെ റിപ്പീറ്റേഴ്സ് ഓഫ്ലൈൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ബ്രില്യൻറ്റിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റ് ഒരു നീറ്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ JEE എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മുടെ അക്കാഡമിക്സിൻ്റെ ഭാഗമായിട്ട് ബ്രില്യൻറ്റിൽ നിന്ന് തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് റെഗുലറായിട്ട് കിട്ടുന്ന ക്ലാസ്സുകളാണ്, പിന്നെ എക്സാമിനേഷനുകൾ, പിന്നെ നിങ്ങൾക്ക് ലൈബ്രറി പോലത്തെ ഫെസിലിറ്റി, താല്പര്യമുണ്ടെങ്കിൽ ഹോസ്റ്റൽ ഫെസിലിറ്റി, അതുപോലെ ഓഫ്ലൈനും ഓൺലൈനും ആയിട്ട് വരുന്ന എക്സാം, മോഡൽ എക്സാം, ഇതിലൂടെ എല്ലാം കടന്നുപോയ ഒരാളാണ് അനഘ. അതുകൊണ്ടാണ് ഇത്രയും ഉയർന്നൊരു വിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചതെന്ന് അനഘ പറയുകയും ചെയ്തു. അപ്പോൾ ലൈവും റെക്കോർഡുമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ഓൺലൈൻ ബാച്ചിൻ്റെ ഭാഗമായിട്ടെന്ന് എനിക്കറിയാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ക്ലാസ്സുകൾ ഈ ഒരു വിജയം നേടാൻ നമ്മളെ എങ്ങനെ സഹായിച്ചു ബ്രില്യൻറ്റിന്റെ ക്ലാസ്സുകൾ? ഞാൻ കൂടുതൽ ലൈവ് ക്ലാസ് തന്നെയായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. ലൈവ് ക്ലാസ്സിന് ശേഷം ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റീസും യൂസ് ചെയ്യുമായിരുന്നു. പിന്നെ വീക്കെൻഡ്സിലും ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പം പ്രൊഫസേഴ്സിനോട് ഡയറക്റ്റ് തന്നെ ഡൗട്ട് ചോദിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ലൈവ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇന്ററാക്റ്റീവ് എക്സ്പീരിയൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ നിങ്ങൾക്ക് ലൈവിന്റെ റെക്കോർഡുകളും കിട്ടുമായിരുന്നല്ലോ. അപ്പോൾ അതെങ്ങനെ, ഈ റെക്കോർഡർ സെഷൻസ് എങ്ങനെ യൂസ്ഫുൾ ആയത്? ചിലപ്പം എന്തെങ്കിലും നെറ്റിന്റെ ഇഷ്യൂസ് കാരണം ഇച്ചിരി ഭാഗം മിസ്സായി പോയെങ്കിൽ ആ റെക്കോർഡ് ആ ഭാഗം മാത്രം എടുത്ത് കാണും. ഒരു റിവിഷൻ ടൈമിലോ ഒരു റീവിസിറ്റിംഗ് പർപ്പസിന് ഈ റെക്കോർഡർ സെഷൻസ് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നു? അതിനുവേണ്ടി ഈ ലേണിംഗ് ആപ്പിലെ ഷോർട്ട് വീഡിയോസ് ആയിരുന്നു കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം പിന്നെ ഈ ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് പല ക്ലാസ്സുകൾ ഇപ്പോൾ ലൈവ് പോകുന്ന അതേ പ്രൊഫസറുടെ അല്ലാത്ത മറ്റ് പ്രൊഫസേഴ്സിന്റെ ക്ലാസ്സുകളും കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സുകളും ഒക്കെ ഈ ലേണിംഗ് ആപ്പിലൂടെയും ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് എപ്പോഴെങ്കിലും യൂസ് ചെയ്തിരുന്നു? ചില ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് ഫേവറേറ്റ് ഫാക്കൽറ്റി എടുക്കുന്നത് ആ ക്ലാസ്സസ് കാണാനായിട്ട് ഞാൻ നോക്കിയിരുന്നു. അത് ഈ ഇൻഡെപ്ത് ആയിട്ടുള്ള വീഡിയോസും കൊടുത്തിട്ടുണ്ടെന്ന് എൻ്റെ അറിവ് അല്ലേ, കുറച്ചുകൂടെ സെഷൻസ് കൂടിയ വീഡിയോസ്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ നേരത്തെ പല സ്റ്റുഡൻസും പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് ഇപ്പം മോഷൻ്റെ പ്ലെയിൻ്റെ വെക്ടർ എന്ന് പറയുന്ന പോർഷൻ ഒന്ന് കൂടെ ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ലെങ്തി ആയിട്ട് കൊടുത്തേക്കുന്ന വീഡിയോസിനകത്ത് ആ പോർഷൻ എടുത്ത് കാണാറുണ്ട്. അത്തരത്തിൽ ഈ റെക്കോർഡ് സെഷൻസ് യൂസ്ഫുൾ ആയിട്ടുണ്ടോ? ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഒക്കെയാണ് ചന്ദ്രലാൽ സാറിന്റെ ക്ലാസ് ആണ് കൂടുതൽ കണ്ടിരുന്നത്. അതൊന്നും കൂടെ ബേസ് തൊട്ട് പറഞ്ഞിരുന്നോണ്ട് നല്ലതായിട്ട് മനസ്സിലായി. അപ്പൊ അങ്ങനെ ആ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്തത്. പിന്നെ അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് എങ്ങനെയായിരുന്നു? ഈ ഒരു മെറ്റീരിയൽസിന്റെ യൂസേജ് എങ്ങനെയായിരുന്നു? മെറ്റീരിയൽസ് ക്ലാസ് ചെയ്യിപ്പിക്കുന്ന ക്ലാസ് നോട്ട് അതിന്റെ കൂടെ തന്നെ ചെയ്യും. ക്ലാസ്സിന് ശേഷം ഒന്നും കൂടെ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കായിരുന്നു. എന്നിട്ട് ആ എടുത്ത പോർഷനിൽ നിന്നുള്ള വർക്ക് ബുക്കിലെയും അതുപോലെ സ്റ്റഡി പാക്കേജ്, അസേർഷൻ, റീസൺ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുമായിരുന്നു. പ്രീവിയസ് ഇയർ ഇതെല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും പല സ്റ്റുഡൻസിനും ഇപ്പോൾ ഓൺലൈനിലാണെങ്കിലും നമ്മുടെ ഓൺലൈൻ കോഴ്സിന്റെ വീഡിയോകളാണ് വരുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിന്റെ
ലൈവ് ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് കൊടുക്കും. നമ്മുടെ കോഴ്സ് ഡിസ്ക്രിപ്ഷൻ്റെ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ വരുമ്പോൾ പലപ്പോഴും സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഈ 27ഓളം ടെക്സ്റ്റുകളുണ്ട്, ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത്? അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ട്രൈ ചെയ്ത് നോക്കണോ, അതോ ആപ്പിലെ ക്വസ്റ്റ്യൻസ് ആണോ ചെയ്യേണ്ടത്, വർക്ക് ബുക്കും ആപ്പിലെ ക്വസ്റ്റ്യൻസ് ആണോ, എന്താ അനഘയുടെ ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? ഇത്രയും ക്വസ്റ്റ്യൻസ് ഇത്രയധികം ഉണ്ട്, അപ്പം ഇതിനെ ഡെയിലി നമ്മൾ ക്ലാസ് പോകുന്ന കൂട്ടത്തിൽ ഏതൊക്കെയാണ് ചെയ്തിരുന്നത്, മോഡലിൻ്റെ സമയത്ത് ഏതൊക്കെയാണ്, അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്തിരുന്നോ? ഞാൻ വർക്ക് ബുക്കും അതുപോലെ സ്റ്റഡി പാക്കേജ്, PYQ അതെല്ലാം ഏത് പോർഷനാണ് എടുത്തത് അതിൻ്റെ അനുസരിച്ചായിരുന്നു ചെയ്തു പോകുന്നത് ഓരോ ദിവസവും. പിന്നെ അസേഷൻ റീസൺ ഒക്കെ വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും, പിന്നെ എല്ലാം ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. അത് മോഡൽ എക്സാമിന് മുന്നുള്ള ഗ്യാപ്പിലും മോഡൽ എക്സാമിന്റെ ഇടയ്ക്കും ഒക്കെയാണ് ചെയ്തത്. അപ്പൊ എന്താണേലും ശരിക്കും നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം ചെയ്ത് തീർത്തിട്ട് തന്നെയാണ് പരീക്ഷയ്ക്ക് പോയത്. പിന്നെ പല സ്റ്റുഡൻസും മെറ്റീരിയൽസിനെ കുറിച്ച് ചോദിക്കുന്ന ഡൗട്ടാണ്, ഇപ്പോൾ ഇത് നേടിയെടുത്തൊരു സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ അനഘയോട് ചോദിക്കാമല്ലോ. അപ്പം സ്റ്റുഡൻസ് ഇത് കേൾക്കുന്ന സ്റ്റുഡൻസിന് ഒരു എന്താ പറയുക, ഒരു ഐ ഓപ്പണർ ആയിരിക്കും. പലരും തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ലൈബ്രറി ടെക്സ്റ്റുകളോ അല്ലെങ്കിൽ അങ്ങനെ ഹയർ ആയിട്ടുള്ള കുറേ ടെക്സ്റ്റുകൾ എടുത്ത് സിലബസിന് പുറത്തുനിന്ന് കുറേ ചോദ്യം അങ്ങനെയൊക്കെയാണ് ആദ്യമേ തന്നെ ചിന്തിക്കുക. ശരിക്കും അനഘയുടെ ഒരു അഭിപ്രായത്തിൽ മെറ്റീരിയൽസിനെ ആദ്യം ഫോക്കസ് ചെയ്യുന്നതാണോ അതോ ഈ ലൈബ്രറി ടെക്സ്റ്റുകളിലേക്ക് പോകുന്നതാണോ? അനഘയുടെ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? സത്യം പറഞ്ഞാൽ ബ്രില്യന്റിന്റെ മെറ്റീരിയൽസ് തന്നെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതെല്ലാം ചെയ്ത് തീർക്കാൻ തന്നെ നമുക്ക് സമയം കിട്ടത്തില്ല. പിന്നെ ലേണിംഗ് ആപ്പിൽ അതിനേക്കാളും ഒത്തിരി ഇരട്ടി ലക്ഷക്കണക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെല്ലാം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നി. പിന്നെ ഔട്ട് ഓഫ് സിലബസ് ഈ വർഷത്തിൽ കുറച്ചൊക്കെ ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് തോന്നിയിരുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ലേണിംഗ് ആപ്പിലാണെങ്കിലും ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുന്നതായിരുന്നു അനഘയുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പം നമ്മൾ പറഞ്ഞു മെറ്റീരിയൽസ് ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു രീതിയെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ ലൈബ്രറി ടെക്സ്റ്റിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡും അനഘയുടെ രീതിയിൽ പറഞ്ഞു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ എക്സാമിനേഷൻസാണ്. നിങ്ങൾക്ക് തുടക്കത്തിൽ NCERT നീറ്റ് എന്നുള്ള എക്സാമിനേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ആഴ്ചകളിലും ഈ കറക്റ്റായിട്ടുള്ള സമയത്തിൽ ഈ എക്സാമിനേഷൻസ് വന്നിരുന്നു. എനിക്ക് എല്ലാ എക്സാമും എഴുതിയ ആളാണ്, ഒരു എക്സാം പോലും സ്കിപ്പ് ചെയ്യാതെ തുടക്കം മുതൽ ജൂണിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് നീറ്റ് എക്സാമിനേഷൻ്റെ തൊട്ട് തലേദിവസം വരെയുള്ള എല്ലാ പരീക്ഷയും കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ ഈ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ നമ്മളെ ഈ പ്രോസസ്സിൽ എത്രത്തോളം ഹെൽപ്പ് ചെയ്യും? ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് പലരും പഠിക്കും എക്സാം എഴുതത്തില്ല പേടിയാന്ന് പറഞ്ഞു, പക്ഷെ എക്സാം എഴുതുമ്പോഴാണ് ശരിക്കും നമ്മുടെ ആ ടൈം മാനേജ്മെൻറ്റും അതുപോലെ ആ പേടിയൊക്കെ മാറുന്നത് എക്സാം എഴുതുന്നതിലൂടെയാണ്. മെയിൻലി ലാസ്റ്റിലത്തെ മോഡൽ എക്സാം സീരീസ് ഞാൻ ഓഡ് ബാച്ച് ആയിരുന്നു, എന്നാലും ഈവൻ ബാച്ചിൻ്റെ എല്ലാ എക്സാംസും പ്രിപ്പറേറ്ററി, പിന്നെ ഞങ്ങൾക്ക് 5 സെറ്റ് മോക്ക് ടെസ്റ്റ് തന്നിരുന്നു, അതെല്ലാം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പാറ്റേണിൽ അന്നേരം കിട്ടിയ ആ ഒരു ധൈര്യം, അതുകൊണ്ടാണ് ഈ നീറ്റ് എഴുതാൻ പറ്റിയത്. ഇത്രയും ടഫായിട്ടുള്ള ഒരു പരീക്ഷയാണ് വന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ആരും തന്നെ ഇങ്ങനൊരു നീറ്റ് എക്സാമിനേഷന് വേണ്ടി ഒരു പക്ഷേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം 10 കൊല്ലം കൂടി വന്ന ഏറ്റവും ടഫായ പരീക്ഷ. അപ്പോൾ ആ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ആ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഏതായിരുന്നു? ഞാൻ ഫിസിക്സ്. ഞാൻ ബ്രില്യന്റിന്റെ മിക്ക എക്സാംസിനും ഫിസിക്സ്, ബോട്ടണി, കെമിസ്ട്രി, സുവോളജി ഈ ഓർഡറിൽ എഴുതാറ്. പിന്നെ എക്സാമിന്റെ ടഫ്നെസ് അനുസരിച്ച് പാറ്റേൺ മാറ്റുക ചെയ്യാറ്. അപ്പം ഒറിജിനൽ എക്സാമിനും ആദ്യം ഫിസിക്സ് ആണ് തുടങ്ങിയത്. ഒരു ആദ്യത്തെ പേജിൽ ഒരു 2-3 ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രില്യന്റിന്റെ എക്സാമിനാണേലും ആദ്യം കിട്ടാത്ത ക്വസ്റ്റ്യൻ അടുത്ത റൗണ്ടിൽ വരുമ്പോൾ എനിക്ക് കിട്ടാറുണ്ട്, അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ പതുക്കെ പോകുമ്പോൾ അടുത്ത പേജിൽ ഒരു ക്വസ്റ്റ്യനും കിട്ടുന്നില്ല, ഒറ്റ ക്വസ്റ്റ്യൻ ഒക്കെയാണ് കിട്ടുന്നത്. അങ്ങനെ ഞാൻ പിന്നെ സബ്ജക്ട് സ്വിച്ച് ചെയ്തു. അതും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മോഡൽ എക്സാമിൽ നിന്ന് കിട്ടിയ ഒരു സ്ട്രാറ്റജി ആയിരിക്കും. അതായത് നമുക്കൊരു പേപ്പർ ടഫ് ആണെങ്കിൽ അത് അല്ലേ നമുക്ക് ഫീസിബിൾ ആയ മറ്റേതോ ഒരു പോർഷൻ ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു സ്വിച്ചിങ് ഒരു നീറ്റ് ആസ്പിറന്റ് ചെയ്യണം എന്നുള്ളത് എനിക്കൊന്ന് നമ്മൾ ചില മോഡൽ എക്സാമിനേഷൻസിലും നമുക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിലും ടഫായിട്ട് ചില പേപ്പർ വരുമ്പോൾ സ്വിച്ച് ചെയ്ത് മറ്റൊരു പേപ്പറിലേക്ക് പോകുന്ന ഒരു രീതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് അതപ്പോൾ യൂസ്ഫുൾ ആയി. അപ്പം പിന്നെ ഈ അടുത്ത സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഫുൾ. അപ്പോൾ അവിടെ പോയപ്പോഴും ബയോളജി ആണെങ്കിലും അത്യാവശ്യം സ്റ്റാൻഡേർഡ് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻസ്. ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരിക്കും ടഫ് വരുന്നത്, പക്ഷെ അത്യാവശ്യം 3 സബ്ജക്റ്റും അത്യാവശ്യം ടഫ് തന്നെയായിരുന്നു. അപ്പം ടൈം മാനേജ്മെന്റ് നല്ല ബുദ്ധിമുട്ടായിരുന്നു, എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചു പോലും തീർത്തിട്ടില്ല. പിന്നെ പലതവണ നമ്മൾ ഇനി കിട്ടത്തില്ല നിർത്താമെന്നിങ്ങനെ പലപ്പോഴും തോന്നിയാണ്. പക്ഷേ ബ്രില്യന്റിന്റെ മോഡൽ എക്സാം എഴുതി കിട്ടിയ ആ ഒരു ധൈര്യം, ഇനി എങ്ങനെയെങ്കിലും ഇത് എഴുതി തീർക്കാൻ പറ്റുന്നത്ര എഴുതാമെന്നുള്ള ആ ഒരു ധൈര്യത്തിലാണ് മുന്നോട്ട് പോയത്. അപ്പം അത് നമ്മളെ എത്തിച്ചത് ഏറ്റവും നല്ല, ശരിക്കും പറഞ്ഞാൽ 21 ലക്ഷം സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്ത എക്സാമിനേഷനിൽ 1000-ൽ താഴെ ഒരു റാങ്കിലേക്കാണ് നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചത്.
അപ്പോൾ ഇപ്പം അനഘ തന്നെ പറഞ്ഞു മോഡൽ എക്സാമിനേഷൻസിൽ നിന്ന് കിട്ടിയ ആ ഒരു ധൈര്യം. അപ്പം ഞാൻ ആദ്യമേ തുടക്കത്തിലും പറഞ്ഞു എല്ലാ എക്സാമുകളും അറ്റൻഡ് ചെയ്ത ആളാണ് അനഘ. അപ്പോൾ ഈ മോഡൽ എക്സാമിനേഷൻസിനകത്ത് പലപ്പോഴും സ്റ്റുഡൻസിനുള്ള ടെൻഷനാണ്. അതായത് ഈ വീക്കിലി എക്സാമിനേഷൻ്റെ ടഫ്നെസ് വേരി ചെയ്യുമ്പോൾ ഉടനെ പിള്ളേർ അനുഭവിക്കുന്ന ഒരു ടെൻഷനുണ്ട്. അയ്യോ ഇതിങ്ങനെയാവുമോ, നീറ്റ് ഇങ്ങനെ വരുമോ. അപ്പം അങ്ങനെയുള്ള ചെറിയ ടെൻഷനുകൾ നമ്മൾ അനുഭവിച്ചത് ഒറിജിനൽ എക്സാമിനേഷന് ഹെൽപ്പ് ചെയ്തെന്നാണ് അനഘ ഇപ്പോൾ പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഇ ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് പ്രിപ്പറേറ്ററി എക്സാമിനേഷൻസ്, ഇപ്പോൾ ലാസ്റ്റത്തെ ആ ഒരു 3 മാസത്തെ മോഡൽ പ്ലസ് പ്രിപ്പറേറ്ററി ഏകദേശം 120 എക്സാമിനേഷൻസ് ആണ് നിങ്ങളൊരു 90 ഡേയ്സ് കൊണ്ട് അറ്റൻഡ് ചെയ്യുന്നത്. ഈ ഒരു സീരീസ് ശരിക്കും പറഞ്ഞാൽ റിവിഷൻ പർപ്പസിന് എങ്ങനെയാണ് യൂസ്ഫുൾ ആയേ, അതോ ഇത് എങ്ങനെയാണ് അത് ഒരു നീറ്റ് ആസ്പിറൻ്റ് എന്നുള്ള രീതിയിൽ അനഘേനെ ഒന്ന് എന്ത് പറയുക മോൾഡ് ചെയ്തത്? ലെൻഡിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മോഡൽ എക്സാംസ് തന്നെയാണ്. അത് യൂണിറ്റ് ആയിട്ടും കോമ്പിനേഷൻ, ഓൾ യൂണിറ്റ്, അങ്ങനെ പല രീതിയിൽ തിരിച്ചുകൊണ്ട് നമ്മൾ ഒത്തിരി വട്ടം ഇതിലൂടെ ഓരോ ചാപ്റ്റേഴ്സിലൂടെ കടന്നുപോയി ഫുള്ള് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടാണ് ഫൈനൽ നീറ്റ് എക്സാമിന് പോകുന്നത്. അപ്പം ഫസ്റ്റ് യൂണിറ്റ് സമയത്ത് ഓരോ ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്തായിരുന്നു പഠിച്ചിരുന്നത്. പിന്നെ കോമ്പിനേഷൻ വരുമ്പോൾ ഏതെങ്കിലും ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സും പിന്നെ ചില ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് പഠിച്ചു തീർക്കാൻ പറ്റാത്തതും ഉണ്ടായിരുന്നു. അതെല്ലാം കോമ്പിനേഷൻ സമയത്ത് ചെയ്തിരുന്നു. ഓൾ യൂണിറ്റ് വരുമ്പോൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുകയും പിന്നെ ബയോളജിയൊക്കെ കുറേ ടെക്സ്റ്റ് വായിച്ചിരുന്നു. മറ്റൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് NCERTയുടെ പ്രോപ്പർ യൂസേജ് ആയിരുന്നു. മിക്കവാറും സ്റ്റുഡൻസിന് എല്ലാവർക്കും, പ്രത്യേകിച്ച് നീറ്റ് ആസ്പിറൻസിന് ഉള്ളൊരു സംശയമാണ് ഈ NCERT ഇപ്പോൾ ബയോളജി വായിക്കണം എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ആർക്കും സംശയമില്ല. തിയറിയാണ്. കെമിസ്ട്രിയും അത്യാവശ്യം വായിക്കുന്ന കാര്യത്തിൽ, അതുപോലെ കെമിസ്ട്രിയും പിന്നെ ഫിസിക്സും, ഈ 2 സബ്ജക്റ്റുകൾ വായിക്കുന്ന കാര്യത്തിലാണ് സ്റ്റുഡൻസ് പൊതുവേ സംശയം ചോദിക്കാറ്. അപ്പം ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ അനഘയുടെ പ്രിപ്പറേഷനിൽ ഈ ഓരോ സ്റ്റുഡൻസിനും ഓരോ രീതിയാണ്. എങ്ങനെയാണ് NCERT ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി NCERTയുടെ യൂസേജ് എങ്ങനെയായിരുന്നു? ബയോളജി ആണെങ്കിൽ ഞാൻ ഇൻട്രൊഡക്ഷൻ തൊട്ട് സമ്മറി വരെ എല്ലാം ഒന്നും വിടാതെ കൃത്യമായിട്ട് വായിക്കായിരുന്നു. ബയോളജിയുടെ ഇത്തവണ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനിൽ നിന്നൊരു ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വായിച്ചിരുന്നു. അത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റി. പിന്നെ കെമിസ്ട്രി ആണെങ്കിലും ബയോളജി പോലെ തന്നെ ഞാൻ കെമിസ്ട്രിയും വായിക്കുമായിരുന്നു. ഫിസിക്സ് സമ്മറി നല്ല വൃത്തിയായിട്ട് വായിക്കുമായിരുന്നു. പിന്നെ ടെക്സ്റ്റ് അത്ര ബയോളജി വായിക്കുന്ന പോലെ വായിക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും ഒരു വട്ടമെങ്കിലും ഞാൻ എക്സാമിന് മുന്നേ വായിച്ചിരുന്നു. പിന്നെ ഒരുപാട് ഗ്രാഫും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഫിസിക്സിൽ, അതെല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്തിരുന്നു. പല സ്റ്റുഡൻസും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഫിസിക്സ് അല്ലെ കെമിസ്ട്രി നമുക്ക് വീക്കിലി പഠിപ്പിച്ച് പോകുന്ന കൂട്ടത്തിൽ വായിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പം ചില സ്റ്റുഡൻസ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നമ്മൾ ആ പഠിച്ചു പോകുന്ന കൂട്ടത്തിൽ അതിലെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നോട്ട് ചെയ്തൊക്കെ വെച്ച് പോവുകയാണെങ്കിൽ പിന്നീട് നമുക്കൊന്ന് റെഗുലർ യൂസിൻ്റെ സമയത്ത് ഇപ്പോൾ ഒരു റിവിഷൻ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് NCERT ടെക്സ്റ്റ് വെച്ച് തന്നെ നമുക്ക് ഈ റിവിഷൻ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അതോ സെപ്പറേറ്റ് ആയിട്ടൊരു നമുക്ക് വായിക്കാനുള്ള കണ്ടന്റ് എഴുതി വെച്ചൊരു ബുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നോ, നോട്ടോ വല്ലതും? പൊതുവെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. എന്നാലും കുറച്ചൊക്കെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ സ്റ്റിക്കി നോട്ട്സിൽ എഴുതി ഒട്ടിച്ച് വെക്കുമായിരുന്നു. ആൻഡ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരികയും ചെയ്തായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഒരാഴ്ച മുന്നേ വായിച്ചിരുന്ന 2-3 ക്വസ്റ്റ്യൻ അത് വന്നിരുന്നു. അപ്പോൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ശരിക്കും ഇപ്പം അനഘ പറഞ്ഞതെന്ന് എനിക്ക് ഫീൽ ചെയ്തത്, നമ്മൾ അതായത് നമ്മൾ ജനറൽ ആയിട്ട് വായിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പം നമുക്കത് എഴുതി വെക്കാൻ തോന്നുന്നത് ഒരു പക്ഷേ ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വരാമെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ ചാപ്റ്ററുകളൊക്കെ വായിച്ച് പോകുമ്പോൾ ജസ്റ്റ് തിയറി എന്നുള്ള രീതിയിൽ നമ്മൾ വായിച്ച് പോകാതെ ഇതിൽ നിന്നൊക്കെ എന്ത് ക്വസ്റ്റ്യൻ വരാം എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ച് ചെയ്യുന്നതിനൊക്കെ പ്രാധാന്യം ഉണ്ടായിരിക്കും അല്ലേ? അത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാവും. ചെറിയൊരു ബോക്സിൽ നിന്നാണെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട്. ഇപ്പം സ്കീം ഞാൻ എഴുതിയപ്പോഴാണെങ്കിലും ചെറിയൊരു ബ്ലൂ കളർ ബോക്സ് ഒക്കെ ഉണ്ടാവും. കെമിസ്ട്രിന്ന് അതിൽ നിന്ന് വരെ ഒരു ക്വസ്റ്റ്യൻസ് എടുത്ത് ചോദിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ആരും വായിക്കുന്നുണ്ടാവില്ല. അതൊക്കെ ഒന്ന് വായിച്ച് നോട്ട് ചെയ്ത് വെക്കുകയും അല്ലെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് ഫൈനലി റിവൈസ് ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ തന്നേക്കുന്ന ഏറ്റവും ബേസിക് ആയി പഠിക്കുന്ന ടെക്സ്റ്റ് NCERT ആണെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെ ഒരു നീറ്റ് ആസ്പിറന്റ് പോയിട്ടുണ്ടാവണം അല്ലേ? അതാണ് അനഘ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? എക്സസൈസ് ആണെങ്കിലും ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിലും എല്ലാത്തിനും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പം എല്ലാം NCERT ഫുള്ള് തറവാക്കുക എന്നാണ് നല്ലത്. മറ്റൊരു സവിശേഷത എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്, അനഘ എല്ലാ എക്സാമിനേഷൻസും അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം അനഘ പറഞ്ഞു അമ്മയുടെ ഡ്രീമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലോങ് ടൈം കോഴ്സ് കഴിഞ്ഞ് ഫസ്റ്റ് എൻട്രൻസ് എഴുതിയപ്പോൾ തന്നെ തീരുമാനിച്ചു ഇനി എനിക്ക് നീറ്റാണ് എൻ്റെ പാത്ത്. അതുപോലെ എയിംസ്, മെഡിക്കൽ കോളേജുകളൊക്കെ സ്വപ്നത്തിലുണ്ട്. അനഘ നേടിയെടുത്ത ദൂരത്ത് തന്നെ അവരുണ്ട് താനും. അപ്പോൾ ഇതെല്ലാം ആവുമ്പോഴും എല്ലാ മത്സര പരീക്ഷകളും എഴുതിയിരുന്ന അനഘ, ഉദാഹരണത്തിന് ഇപ്പോൾ JEE മെയിൻ അല്ലെങ്കിൽ കീം എക്സാമിനേഷൻ എല്ലാം അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളൊരു മനസ്സ് കാണിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സ്പിരിറ്റ് എങ്ങനെയാണ് വന്നത്? അതായത് നമ്മൾ പഠിച്ചത് വെച്ചിട്ടുള്ള എല്ലാ പരീക്ഷകളും അറ്റൻഡ് ചെയ്യണം എന്ന്
ഫീൽ ചെയ്തു. അത് മാത്രമല്ല എനിക്കൊന്ന് നീറ്റ് എക്സാമിനേഷന് മുമ്പായിരുന്നു നിങ്ങളുടെ JEE സെഷൻ. അപ്പോൾ അതൊക്കെ തന്ന ഒരു സ്ട്രെങ്ത് എങ്ങനെയാണ്? ശരിക്കും എൻ്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞിട്ടാണ് ഈ എക്സാംസ് എല്ലാം എഴുതാൻ തീരുമാനിച്ചത്. അങ്ങനെ എഴുതിയപ്പം ശരിക്കും JEE എഴുതിയ ഒരു കുറേ ക്വസ്റ്റ്യൻസ് നീറ്റിൻ്റെ അതേ പാറ്റേൺ തന്നെയായിരുന്നു. JEEക്കാളും കുറച്ചുകൂടി ടഫായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അതിൽ നിന്ന് കിട്ടിയ ഒരുപാട് കോൺഫിഡൻസ് ആണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. ഈ നമ്മുടെ നീറ്റ് എക്സാമിനേഷൻ ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് അവർ പറയുന്നത്, അതായത് നമ്മുടെ പഠിത്തത്തെ ഷെഡ്യൂൾ ചെയ്യേണ്ട ഒരു രീതി ഉണ്ടല്ലോ. പ്രത്യേകിച്ച് അനഘ ഓൺലൈൻ ബാച്ച് ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് അതാണല്ലോ ഓൺലൈൻ ബാച്ച് സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല സ്റ്റുഡൻസും കൺഫ്യൂഷനോടെ ചിന്തിക്കുന്ന ഒരു കാര്യം, അതായത് ഓഫ്ലൈനും ഓൺലൈനും ബ്രില്യൻറ്റിൽ നിന്ന് ഒരേ ഫെസിലിറ്റികൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ അത് ഒരു സ്റ്റുഡൻ്റ് ആണ് അത് തീരുമാനിക്കേണ്ട ഓഫ്ലൈൻ ആണോ ഓൺലൈൻ അത് അയാൾക്ക് നല്ലതെന്നുള്ളത്. അപ്പോൾ ഈ ഓൺലൈൻ സെലക്ട് ചെയ്ത സമയത്ത് എപ്പോഴും അറിയാവുന്നതാണ്, അതായത് സമയമാണ് നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അല്ലേ. മാക്സിമം സമയം നമ്മൾക്ക് പഠിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടൈമിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്ത്, ഇപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് സ്ക്രീൻ ടൈം ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു 6 മണിക്കൂർ 6.5 മണിക്കൂർ ഉറങ്ങാതിരിക്കാൻ പറ്റിയല്ല, കാരണം കണ്ണിന് സ്ട്രെയിൻ ഒക്കെ ഉള്ളതാണ്. പിന്നെ നമുക്ക് ക്ലാസ് എന്താണേലും 4 to 6 മണിക്കൂർ ക്ലാസ് വരും. പിന്നെ നമുക്ക് ആഹാരം കഴിക്കേണ്ട ഒരു സമയം. ഈ ബാക്കി സമയം മുഴുവനും പഠനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് ഓൺലൈൻ ബാച്ചിൽ പൊതുവായിട്ട് പറയുന്നത്. അപ്പോൾ അനക്ക് അത് എങ്ങനെയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്? അങ്ങനെ മാക്സിമം സമയം പഠനത്തിന് വേണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അധികം ഫോൺ ഉപയോഗം മാക്സിമം ഒഴിവാക്കി അത്യാവശ്യം എന്തെങ്കിലും ഡൗട്ട്സ് നോക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഫോൺ യൂസ് ചെയ്തിരുന്നത്. സോഷ്യൽ മീഡിയ അങ്ങനത്തെ സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്ന് മാക്സിമം ഒഴിവാക്കി നിർത്തിയിരുന്നു ഈ ഒരു വർഷം. ഞങ്ങൾ ഒരു ക്ലാസ് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് ആ പഠിപ്പിച്ചത് മാക്സിമം പഠിക്കാൻ നോക്കും. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും, NCERT വായിക്കും, ഈ ലേണിംഗ് ആപ്പിലെ ക്വസ്റ്റ്യൻസ് ചെയ്യും. പിന്നെ ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ബ്രില്യൻ്റ് ബാച്ചുകളുടെ മറ്റൊരു സവിശേഷ ഫീച്ചറായിട്ട് പറയുന്നൊരു കാര്യമാണ് ക്ലാസ് മെൻറ്റേഴ്സ് അല്ലെ ക്ലാസ് മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ്ലൈനിലുള്ള പോലെ തന്നെ ക്ലാസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഓൺലൈൻ ബാച്ചിൻ്റെ ഭാഗമായിട്ടും ഉണ്ടായിരുന്നു. ജിഷ ടീച്ചറും നിത്യ ടീച്ചറും ആയിരുന്നു അനഘയുടെ ക്ലാസ് ടീച്ചേഴ്സ് അല്ലെ ക്ലാസ് മെൻറ്റേഴ്സ്. ഇവരുടെ ഒരു സപ്പോർട്ട് ഈ ഒരു പ്രോസസ്സിൽ എങ്ങനെയാണ് അനഘയ്ക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? എപ്പോഴും എല്ലാ എക്സാം കഴിഞ്ഞിട്ട് മിസ്സുമാർ വിളിക്കായിരുന്നു. അത് എപ്പോഴും മാർക്ക് കുറയുകയാണെങ്കിലും അത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നും മാർക്ക് കൂടുകയാണെങ്കിലും നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആവാതെ എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് എപ്പോഴും പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ഓരോ സബ്ജക്റ്റ് എങ്ങനെ പഠിക്കണം, എങ്ങനെ റിവിഷൻ നടത്തണം, ഇതിനെക്കുറിച്ചെല്ലാം ടീച്ചേഴ്സ് പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ഫൈനൽ നീറ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മോട്ടിവേഷൻ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. അതിനുവേണ്ടി എപ്പോഴും നമ്മളെ പോസിറ്റീവായിട്ട് ഇരുത്താൻ ടീച്ചേഴ്സ് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം അനഘയാണെങ്കിലും നമ്മുടെ മോഡൽ എക്സാമിനേഷൻ ആയ സമയത്ത് ശരിക്കും ബ്രില്യൻറ്റിൽ തന്നെയായിരുന്നു. അവിടെ നമ്മുടെ ഹോസ്റ്റലിൽ വന്നതാണ് ആ 3 മാസം ചിലവാക്കിയത്. അപ്പോൾ ക്ലാസ് ടീച്ചേഴ്സ് അടുത്തുണ്ടായിരുന്നതാണ്. അപ്പോൾ അവർ ഇപ്പം അനഘ തന്നെ പറഞ്ഞു മോഡൽ എക്സാമിനേഷൻസിൻ്റെ സമയത്ത് എനിക്കറിയാം നമുക്ക് മാർക്ക് വേരിയേഷനുകൾ വരിക. ഇപ്പം ഇത് നേടിയെടുത്ത് കഴിയുമ്പോൾ എനിക്കത് മനസ്സിലാവും ആ മാർക്ക് വേരിയേഷൻസ് ഒക്കെ ഭയങ്കര നോർമലായിരുന്നു. പക്ഷേ ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഈ മാർക്ക് വേരിയേഷൻസ് നമ്മളെ ചെറുതായിട്ട് ഒന്ന് പേടിപ്പിക്കാതിരിക്കുകയല്ല. അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ ഈ ക്ലാസ് ടീച്ചേഴ്സ് എങ്ങനെയാണ് സഹായിച്ചത്? തീർച്ചയായിട്ടും ആ തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് ഫൈനൽ എക്സാംസിന് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അന്ന് നമ്മളത് തെറ്റിച്ചുകൊണ്ടായിരിക്കും ലാസ്റ്റ് എക്സാമിന് അത് ശരിയാക്കാൻ പറ്റുന്നത്. അതെല്ലാം ടീച്ചേഴ്സ് പറഞ്ഞു തരുമായിരുന്നു. അന്നേരം നമുക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് ആ എക്സാം കഴിയുമ്പോഴാണ് നമുക്ക് എത്രത്തോളം അന്ന് തെറ്റിയത് യൂസ്ഫുൾ ആണെന്ന് മനസ്സിലാകുന്നത്. പിന്നെ മിസ്സുമാരാണെങ്കിൽ എപ്പോഴും ഹോസ്റ്റലിലോട്ട് വന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയും ഇനി പഠിക്കുന്നത് എങ്ങനെയാണെന്ന് മുന്നോട്ടുള്ള എക്സാംസിനെ കുറിച്ചും എല്ലാം പറഞ്ഞു തരുമായിരുന്നു. അനഘ നമ്മുടെ ഓൺലൈൻ കോഴ്സിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ തുടക്കത്തിലുള്ള സ്റ്റേജിലെല്ലാം വീട്ടിലിരുന്ന് സ്വയമേ നമ്മുടെ ഒരു റൂമിലിരുന്ന് നമ്മൾ തന്നെ സ്വയം ക്രമീകരിച്ച് പഠിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ലാസ്റ്റ് മോഡലൊക്കെ ആയപ്പോൾ നമ്മളുടെ ഹോസ്റ്റലിലേക്ക് വന്നു. അപ്പോൾ ഹോസ്റ്റലിലേക്ക് വരുന്നത് നമ്മൾ വീട്ടിലിരുന്നും ഒരു കോഴ്സ് പഠിക്കുന്ന രീതിക്ക് ഡിഫറൻസ് ഉണ്ട്. അനഘ ഫുൾ ടൈം ഓൺലൈൻ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഒരു പക്ഷേ ഹോസ്റ്റലിലൊന്നും ഇതിനു മുമ്പ് നിന്നിട്ടുണ്ടാവില്ലല്ലോ. അപ്പം ഓൺലൈനിൻ്റെ ഹോസ്റ്റലിലേക്ക് വരുന്നപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി 580 മാർക്കോട് കൂടി ഒരു വലിയ വിജയം കരസ്ഥമാക്കിയ തീർത്ഥാവി എന്ന് പറഞ്ഞ സ്റ്റുഡൻ്റ് ആയിരുന്നു അനഘയുടെ റൂംമേറ്റ്. അപ്പോൾ അയാളും അതൊരു വലിയ വിജയം കരസ്ഥം. അപ്പോൾ നിങ്ങൾ ഒരു റൂംമേറ്റ്സ് രണ്ടുപേരും ഒരുപോലെ ഇരുന്നാണ് പഠിച്ചത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ബ്രില്യൻ്റ് ഹോസ്റ്റലിലേക്ക് വന്നപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലോട്ട് വന്നപ്പോൾ വ്യത്യാസമായിട്ട് തോന്നിയത് നമ്മുടെ ഫുഡിൻ്റെ ടൈമൊക്കെ ഒന്ന് ക്രമീകരിക്കേണ്ടി വരും, അഡ്ജസ്റ്റ് ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ കുറച്ചുകൂടെ ബാക്കിയുള്ളവർ പഠിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ തോന്നും. ചിലപ്പോൾ ഒരു 5 മിനിറ്റ് നേരത്തെ കിടക്കാൻ തോന്നുമ്പോഴായിരിക്കും അടുത്ത ആളിരുന്ന് പഠിക്കുന്നത്. അപ്പം നമ്മളൊന്നും കൂടെ കുറച്ച് നേരം കൂടെ പഠിച്ചിട്ട് കിടക്കാം എന്നൊരു മോട്ടിവേഷൻ എപ്പോഴും തോന്നുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഡൗട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ചെയ്യുമായിരുന്നു. അതൊരു റൂംമേറ്റ് ഉള്ളതുകൊണ്ട് ഈസി ആയിരുന്നു. ഞാൻ മെയിനായിട്ട് ഹോസ്റ്റലിൽ ചൂസ് ചെയ്യാൻ കാരണം ഓഫ്ലൈൻ എക്സാംസ് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് ടൈം മാനേജ്മെൻ്റ് ആയിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ഓഫ്ലൈൻ എക്സാംസ് എഴുതാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്.
ഫൈനലി നീറ്റിൻ്റെ മോഡൽ എക്സാംസ് എല്ലാം ഞാൻ ഓഫ്ലൈനായിട്ടാണ് എഴുതിയത്. അത് ലാസ്റ്റ് എക്സാമിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റിപ്പീറ്റേഴ്സ് ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ പ്രോഗ്രാമുകളുടെ എല്ലാം പ്രത്യേകതയാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഒരു മെൻ്റൽ സപ്പോർട്ടിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തരുന്നതിന് വേണ്ടി ഇപ്പോൾ ക്ലാസ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ കോർഡിനേറ്റേഴ്സ് ഒക്കെ ഉള്ള പോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്ടേഴ്സുമായിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം. ഇപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മളുടെ റാങ്ക് അനൗൺസ്മെൻറ്റുകൾ നമ്മുടെ സ്റ്റുഡിയോയിൽ വെച്ച് നടക്കുമ്പോൾ പലതവണ അല്ലേ അനഘ ജോർജ് സാറിൻ്റെ ഇന്ന് ഗോൾഡ് മെഡൽ മേടിക്കുകയും അതുപോലെ തന്നെ നമ്മൾ കൊട്ടാരം ക്യാമ്പസിലായിരുന്നു നിങ്ങൾക്ക് ഓൺലൈൻകാരുടെ എക്സാമിനേഷൻ. അപ്പോൾ അവിടുന്ന് നേരിട്ട് ബ്ലെസ്സിങ്സ് ഒക്കെ മേടിച്ച് പോകാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ ഒരു സിസ്റ്റം, അതായത് ബ്രില്ലിൻ്റെ ഒരു ഡയറക്ടേഴ്സ്, കോർഡിനേറ്റേഴ്സ്, ക്ലാസ് ടീച്ചേഴ്സ്, ഈ ഒരു സിസ്റ്റം ഓഫ്ലൈൻകാർക്ക് യൂസ്ഫുൾ ആയിരുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻകാർക്കും യൂസ്ഫുൾ ആയിരുന്നു. ഇപ്പം നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഓൺലൈൻ മീറ്റിങ്ങുകളിലൂടെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ കോർഡിനേറ്റേഴ്സ് നമ്മളോട് സംസാരിക്കും. അവിടെ വന്ന് നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ നമുക്ക് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അപ്പം ഈ ഒരു ബ്രില്ലിൻ്റെ ആ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ലെയറിംഗ് ഉണ്ടല്ലോ, ഡയറക്ടേഴ്സ്, കോർഡിനേറ്റേഴ്സ്, ക്ലാസ് ടീച്ചർ, ഇതെല്ലാം ഈ മൊത്തം ഒരു പാക്കേജ് എങ്ങനെയാണ് അനയ്ക്ക് ഒരു നീറ്റ് ആസ്പിറന്റ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്തത്? ബ്രില്ലിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി ജസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ച് അങ്ങനെ പോകുന്നതല്ല. ഫുള്ള് നമ്മൾ ആ ഒരു മെൻ്റലി ആ ഒരു എക്സാമിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യിക്കണം, അതും ഫുള്ള് നമ്മളെ ഒത്തിരി പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ ഡയറക്ടർ ജോർജ് സാർ എപ്പോഴും ഞങ്ങളെ മീറ്റിങ്ങിന് വന്ന് ഓൺലൈനായിട്ടാണേലും ഓഫ്ലൈനായിട്ട് സ്റ്റുഡിയോയിലായിട്ടാണേലും എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. ഓരോ എക്സാമിനും മാർക്ക് വേരി ചെയ്യുന്നതിനെക്കുറിച്ചും എല്ലാം ഞങ്ങളെ പറഞ്ഞു തരുമായിരുന്നു. ഞങ്ങളുടെ കോർഡിനേറ്റർ അജയ് സാർ എനിക്ക് ഒത്തിരി നന്ദിയുള്ള ഇതാണ്. സാറാണ് എനിക്ക് ഒരു കഴിഞ്ഞ അറ്റംപ്റ്റ് എനിക്ക് കിട്ടാഞ്ഞിട്ട് വീണ്ടും ഒന്ന് ട്രൈ ചെയ്യാനുള്ള ആ ഒരു ധൈര്യം തന്നത് ശരിക്കും സാറാണ്. എൻ്റെ ക്ലാസ് ടീച്ചേഴ്സ് നിത്യ മിസ്സും ജിഷ മിസ്സും മിസ്സുമാരും ഒത്തിരി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഈ നിമിഷത്തിൽ നന്ദി പറയുന്നു. അപ്പോൾ അനൊക്കെ പറഞ്ഞു കഴിഞ്ഞ തവണ നമുക്കത് മിസ്സായി പോയതിൻ്റെ അതിൽ നിന്ന് പിന്നെ തിരിച്ച് കയറി വരാനുള്ളൊരു ധൈര്യം അനൊക്കെ ആർജിച്ചതിനെ കുറിച്ച് ഇപ്പോൾ സംസാരിച്ചു. അപ്പോൾ ഈ വർഷമാണെങ്കിലും എക്സാമിനേഷൻ ടഫായി, പ്രതീക്ഷിക്കാതെ ആ ടഫായ ഒരു എക്സാമിനേഷൻ വന്നു. അപ്പോൾ അതുകൊണ്ട് കിട്ടേണ്ട ചില പലരും, അതായത് ഇപ്പോൾ ഈ വർഷം ജോയിൻ ചെയ്ത പല സ്റ്റുഡൻസും എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു ട്രോമയുണ്ട്. അതായത് അവർ അതിന് തൊട്ട് മുമ്പത്തെ വർഷത്തെ എക്സാമിനേഷൻ വളരെ സിമ്പിൾ ആയിരുന്നത് വെച്ച് എക്സ്പെക്ട് ചെയ്ത് ഇപ്പോൾ ഒരു 652 കട്ട് ഓഫ് വന്നൊരു എക്സാമിനേഷൻ കണ്ടതിന് ശേഷം സ്റ്റുഡൻസ് ഈ വർഷം എക്സാമിന് പോകുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നൊരു ഇങ്ങനെ ആയിരിക്കാം. ഇപ്പോൾ ഒരുപക്ഷെ മോഡലൊക്കെ നമ്മൾ ടഫായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും എക്സാമിന് നീറ്റ് എക്സാം അല്ലേ, അതിന് ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളൊരു ചിന്തയോടൊക്കെ പോയി എഴുതിയിട്ടുണ്ടാവും. പക്ഷേ അവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്ത ഒരു ട്രോമ പല സ്റ്റുഡൻസിനെയും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത് നേടിയെടുത്ത ഒരാളെന്നുള്ള നിലയിൽ, അതായത് നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട്, അതായത് നമ്മൾ നഷ്ടപ്പെട്ടു പോയ എക്സ്പീരിയൻസിൽ നിന്ന് തിരിച്ച് ആ ട്രോമ മറികടന്ന്, അത് വളരെ പെട്ടെന്ന് തന്നെ മറികടന്ന് അതിന് വേണ്ടി വീണ്ടും ശ്രമിച്ചു തുടങ്ങിയ ഒരാളെന്നുള്ള നിലയിൽ എന്താ അങ്ങനെയുള്ള സ്റ്റുഡൻസിനോട്, അതായത് ഈ എക്സാം കണ്ട് പേടിച്ച് പോയ സ്റ്റുഡൻസിനോട്, എന്നുവെച്ചാൽ ഈ ഡ്രീം ഇനി വേണമെന്ന് പകച്ചു പോയ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അവരോട് അനേക്ക് എന്താ പറയാനായിട്ടുള്ളത്? നമ്മൾ ബ്രില്യൻറ്റിൻ്റെ എക്സാംസിന് എത്ര സ്കോർ ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ലാസ്റ്റ് 3 മണിക്കൂറാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അന്നേരം നമ്മൾ എത്ര വൃത്തിയായിട്ട് അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റുന്നോ, ഓരോ ക്വസ്റ്റ്യൻസ് ഇനി തെറ്റിക്കരുത് എന്ന് വിശ്വസിച്ച് അത് എഴുതാൻ പറ്റുന്നു, അതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിനു വേണ്ടി ദൈവത്തിൻ്റെ അനുഗ്രഹം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ആ ഒരു മനസാന്നിധ്യം അല്ലേ, നമ്മൾ ആ പഠിച്ചതെല്ലാം അവിടെ യൂസ് ചെയ്യാനായിട്ടുള്ളൊരു മനസാന്നിധ്യവും നമുക്ക് വേണം. അതും അനയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിജയം ഉണ്ടായത്. അപ്പോൾ അനഘ പറഞ്ഞു നമ്മുടെ ലോങ് ടൈം ബാച്ച് എക്സാമിനേഷൻ അവസാനം അറ്റൻഡ് ചെയ്തപ്പോഴാണ് MBBS എന്ന് പറഞ്ഞൊരു സ്വപ്നം സീരിയസ് ആയിട്ട് എടുത്തതെന്ന്. അപ്പോൾ ഈ സ്വപ്നം സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ മിക്കവാറും സ്റ്റുഡൻസ് എല്ലാം ഒരു മെഡിക്കൽ കോളേജുകളുടെ സ്വപ്നം കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ എന്താണ് ഇപ്പം അനഘയുടെ ഒരു മനസ്സിൽ ഏത് മെഡിക്കൽ കോളേജ് എടുക്കണം? മിക്ക സ്റ്റുഡൻസിനും ഓൾ ഇന്ത്യയിലും ഒരു ഡ്രീം ഉണ്ടാവും, കേരളയിലും ഒരു ഡ്രീം ഉണ്ടാവും. അത് ഏതാണ് അനഘയുടെ ഒരു ചിന്ത? എങ്ങനെയാണ്? ഓൾ ഇന്ത്യയിൽ എനിക്ക് ഏതെങ്കിലും എയിംസ് തന്നെയാണ് ലക്ഷ്യം നോക്കുന്നത്. കേരളയിലാണെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയിരിക്കും. അപ്പോൾ ഇത് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് മൈൻഡിൽ ഓടുന്നത്, ഇതിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന്. അത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനൊരു ചോയ്സ് വരിക എന്ന് പറയുന്നത് ഒരു വലിയ അവസരമാണ്, വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് എയിംസ് വേണോ തിരുവനന്തപുരം, രണ്ടും നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലേത് വേണം എന്നുള്ളൊരു ചോയ്സിലേക്ക് നമ്മൾ പഠിച്ചെത്തുക എന്ന് പറയുന്നത് ഒരു നീറ്റ് ആസ്പിറന്റിന്റെ വലിയൊരു സ്വപ്നമാണ് ഇപ്പോൾ ശരിക്കും അനഘ പറഞ്ഞത്. അപ്പം അതിന് പ്രത്യേകം അനഘയൊക്കെ വലിയ ഒരു കൺഗ്രാജുലേഷൻ കേട്ടോ. ബ്രില്യൻറ്റ് ഫാമിലിയുടെ ഭാഗമാണ്. അപ്പം എന്നാലും ബ്രില്യൻറ്റ് ഫാമിലിയിൽ നിന്നൊരു വലിയ
കൺഗ്രാജുലേഷൻ എനിക്ക് പറയണം, ഓൺലൈൻ ബാച്ചിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച്. 2025 ഇപ്പം നടന്ന ഈ നീറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമ്മുടെ 2026 റിപ്പീറ്റേഴ്സ് ബാച്ചിലും റെസിഡൻഷ്യൽ ബാച്ചിലും ഒക്കെ ജോയിൻ ചെയ്തിട്ടുള്ള ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അവരൊക്കെ ഈ എക്സാമിനേഷനിൽ നിന്ന് നിങ്ങൾ സ്റ്റുഡൻസിൽ നിന്ന് പോയ ഒരു ഇനിഷ്യൽ റെസ്പോൺസ് ഉണ്ടല്ലോ, നീറ്റ് ഭയങ്കര ടഫാണല്ലോ, ആ ഒരു റെസ്പോൺസ് കൊണ്ട് പേടിച്ചായിരിക്കും ഇരിക്കുക. ഇപ്പോൾ ആ സ്റ്റുഡൻസിന് അവരോട് അനഘയ്ക്ക് എന്താ ഒരു മെസ്സേജ് കൊടുക്കാനായിട്ടുള്ളത്? എൻ്റെ അഭിപ്രായത്തിൽ നീറ്റ് കുറച്ച് ടഫായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അഭിപ്രായത്തിൽ നമുക്ക് പഠിച്ചിട്ടുള്ളവർക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മാക്സിമം വർക്ക് ചെയ്യുക, അത് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ പഠിക്കാൻ മാത്രം യൂസ് ചെയ്യുക. അധികം എപ്പോഴും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ പറ്റത്തില്ല. എന്നാലും പറ്റാവുന്ന അത്രയും സമയം നമ്മൾ പഠിത്തത്തിന് വേണ്ടി യൂസ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സിനെയും കോർഡിനേറ്റേഴ്സിനോടും ഒക്കെ സംസാരിക്കുക. എത്രയും പെട്ടെന്ന് പഠനത്തിലേക്ക് തിരിച്ചു വരിക. ഈ ഫൈനൽ നീറ്റ് എക്സാമിന് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ +1 +2നോടൊപ്പം ബ്രില്യൻറ്റ് ഫാമിലിയുടെ ഓൺലൈൻ ബാച്ചിൻ്റെ ഭാഗമായി റിപ്പീറ്റേഴ്സ് മെഡിക്കൽ ഓൺലൈൻ പ്രോഗ്രാമിലൂടെ ആഗ്രഹിച്ച, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എയിംസ് അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ആ ഒരു ഡ്രീമിലേക്ക് വരെ എത്തി നിൽക്കുന്ന അനഘയ്ക്ക്, അതുപോലെ തന്നെ JEE മെയിനും ഈ വർഷം എഴുതിയ എല്ലാ എക്സാമിനേഷനും ക്രാക്ക് ചെയ്ത ബാക്കിയുള്ള ഈ വർഷം ഇനി വരുന്ന സ്റ്റുഡൻസിനൊക്കെ ശരിക്കും പറഞ്ഞ ഒരു മോട്ടിവേഷൻ ഫാക്ടറായി നിൽക്കുന്ന അനഘയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഭാവിയിലേക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.